السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനികളെ, മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ല തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ ബാബുൽ ഫഹ്മി ഫിൽ ഇൽം എന്ന് പറയുന്ന അദ്ധ്യായത്തിൽ, ശരിയായ രീതിയിൽ ഗ്രഹിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന അദ്ധ്യായത്തിൽ വളരെ പ്രസക്തമായ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അൻ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫി സിനതൈൻ, രണ്ടു പേരുടെ കാര്യത്തിലല്ലാതെ അസൂയ വെക്കാൻ പാടില്ല. രണ്ടുപേരുടെ കാര്യത്തിലെ അസൂയ വെക്കാൻ പറ്റൂ എന്ന് പറയുകയാണ്. റജുലുൻ അതാഹുല്ലാഹു മാലൻ ഫസുല്ലിത അലാ ഹലകതിഹി ഫിൽ ഹഖ്, അതിലൊരാൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ധനം നൽകിയിട്ടുണ്ട്, ആ ധനം അവൻ സത്യവഴിയിൽ ചെലവഴിക്കുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, അഥവാ രണ്ടു പേരുടെ വിഷയത്തിൽ അസൂയ വെക്കാൻ പറ്റൂ. ഒരാൾ അള്ളാഹു അവനൊരുപാട് ധനം കൊടുത്തിട്ടുണ്ട്, അള്ളാഹ് അതുപോലെ എനിക്കും ധനം കിട്ടിയെങ്കിൽ എന്ന് അവനോട് അസൂയ വെക്കാം. എന്തിന്? ആ മനുഷ്യൻ ആ ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, സത്യമാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ തൽപരനാണ്. അതുപോലെ എനിക്കുമാകണമെന്നുള്ള ഒരു അസൂയ അതുണ്ടാകൽ അനുവദനീയമാണ് എന്ന്. അതുപോലെ പിന്നെ പുണ്യനബി പറയുന്നു, വറജുലൻ ആതാഹുല്ലാഹുൽ ഹിക്മത ഫഹുവ യഖ്ലീ ബിഹാ വയുഅല്ലിമുഹാ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിജ്ഞാനം നൽകിയ ഒരാൾ, അറിവ് നൽകിയ ഒരാൾ, ആ അറിവനുസരിച്ച് അവൻ വിധിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോൾ നല്ല ഇൽമുള്ള ഒരാളിൽ നമുക്ക് അസൂയ വെക്കാം. എന്തിന്? ആ മനുഷ്യൻ ആ ഇൽമു കൊണ്ട് നല്ല മാർഗത്തിൽ വിധിക്കുന്നു, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എനിക്കും അങ്ങനെ നല്ല വിജ്ഞാനം കരസ്ഥമാക്കി അതുകൊണ്ട് വിധിക്കുകയും അതുകൊണ്ട് ജീവിതം ക്രമീകരിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ സൗഭാഗ്യമുള്ള സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് അതിയായി ആഗ്രഹിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇൽമുള്ള ആളുകളോട് അസൂയ വെക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന ഈ ഹദീസ് നമ്മുടെ കുടുംബത്തിൽ ചർച്ച ചെയ്യണം. നാം മറ്റുള്ളവർക്ക് ഇതിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കണം. രണ്ട് വിഷയത്തിൽ അസൂയ വെക്കാമെന്ന് പറഞ്ഞിട്ട് ആ രണ്ട് വിഷയങ്ങൾ നോക്കൂ നിങ്ങൾ. അള്ളാഹു ഒരു മനുഷ്യന് സമ്പത്ത് കൊടുത്തു, അത് സത്യമാർഗത്തിൽ ചെലവഴിക്കുന്നു, എനിക്കും അങ്ങനെ ആകണമെന്നുള്ള ആ ഒരു ആഗ്രഹവും ആ മനുഷ്യനോടുള്ള അസൂയ. അള്ളാഹു ഒരു മനുഷ്യന് ഒരുപാട് വിജ്ഞാനം നൽകി, അവനോട് അസൂയ വെക്കുമ്പോൾ അതുപോലെ വിജ്ഞാനം എനിക്കും നേടണമെന്നുള്ള ചിന്തയിലൂടെ പരിശ്രമശാലിയായി മുന്നോട്ട് പോയി ഒരുപാട് വെളിച്ചം നേടാനുള്ള സന്ദർഭങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇതിലൊക്കെ വലിയ പാഠമുണ്ട് നമുക്ക്. പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും ഈ ഹദീസിൻ്റെ പൊരുൾ ഇടയ്ക്കിടെ ഓർത്തുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, പരിശുദ്ധ റസൂലിൻ്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാൻ, ആ വിജ്ഞാന വഴിയിലൂടെ സഞ്ചരിച്ച് ഒരുപാട് വെളിച്ചം നേടാൻ ഈ പ്രഭാത വെളിച്ചം എന്ന പരിപാടി ഞങ്ങൾക്ക് കാരണമാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈമാൻ സലാമത്താകാൻ ഇത് കാരണമാക്കണമേ റബ്ബേ. ഈ കൂട്ടായ്മയിലെ മുഴുവൻ ആളുകളെയും മുത്തുനബിയോട് മഹബ്ബത്ത് വർദ്ധിക്കുന്നവരിൽ ഇത് കാരണം നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗങ്ങൾക്കൊക്കെ ശിഫ ലഭിക്കാനും മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ലഭിക്കുവാനും പ്രയാസങ്ങൾക്ക് പരിഹാരം ലഭിക്കുവാനും ഈ ഹദീസ് ക്ലാസും ഇത് കേൾക്കുന്നതിലൂടെയൊക്കെ ഞങ്ങൾക്ക് നീ വഴിയൊരുക്കി തരണമേ റബ്ബേ. ദുആ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം സ്വല്ലി അലാ ജമീൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും പരസ്പരം ദുആയിൽ ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.